അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയ യാത്രയിലാണ്. ചെറിയ യാത്രയെന്ന് വെച്ചാൽ എൻ്റെ വീട് കരവാളൂര്, അമ്മയുടെ വീട്. അപ്പോൾ അവിടെ പോയി കുറച്ച് വിറകെടുക്കാൻ പോകും. ആ ഒരു ചെറിയ വീടിയാണ്. ഞാനും മോളും ഇളയ മോളും കൂടെ, അമ്മയും ഉണ്ട്, അനിയത്തിയുണ്ട്. താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റോപ്പിലാണ് ഓട്ടോ കയറി. അവിടെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. കല്ലുമോളെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ മകൾ. അപ്പോൾ ബസ് കാത്തി, ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ബസ് പോയി, പിന്നെ അടുത്ത ബസ്സിനായിട്ട് കാത്തുനിന്ന് പിന്നെ കിട്ടി. അപ്പോൾ എൻ്റെ മൂത്ത മോളാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ, ഞാൻ ഈ ബസ്സിലിരിക്കുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ കരവാള ജംഗ്ഷനിൽ ഇറങ്ങി. അവിടുന്ന് നമ്മൾ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഓട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു ബന്ധു ചേട്ടനാണ് ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മയൊക്കെ അറിയാം, എൻ്റെ ചെറുപ്പത്തിലേ എന്നെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതുവഴിയായിരുന്നു ഞാൻ പണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ വഴി അതുപോലെ ചാടി ഇറങ്ങാൻ നോക്കിയത്, പക്ഷെ പറ്റുന്നില്ല. ഇവിടെ എല്ലാം പൂക്കളാണ്. എൻ്റെ ഈ പൂക്കള് വെറൈറ്റി തരം പൂ കൊള്ളത് വളർത്താൻ നല്ല പൂ. ആരാണ്ട് ചെടി കെട്ടി പോകുന്നുണ്ടാക്കി ഇത് കടത്തിന് കുറച്ച് വിറകാണ് കൊണ്ടുപോകുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും വിറകുണ്ട്. ഇതാണ് നമ്മുടെ ബ്രൂണോ. നല്ല ഉണങ്ങിയ റബ്ബറും വിറകാണ്. ഈ മരം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അത് മുറിച്ചിട്ട സമയത്ത് ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇപ്പോൾ നല്ല ഉണങ്ങി നല്ല പരുവായി കിടക്കും. ഇപ്പം മഴ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നനയുമെന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നു. ആ ഏറ്റം കണ്ടോ, അത് നല്ലൊരു ഏറ്റം. ഇവിടുന്ന് വീഡിയോ പിടിച്ചപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഏറ്റം അല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്, പക്ഷേ നല്ലൊരു ഏറ്റം. അനിയത്തിയും ഇളയനോട് വന്ന് ഇറങ്ങിയിരുന്നേ. വീഡിയോ പിടിക്കുന്നുണ്ട്, അവൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ അക്കരെ നിന്നുകൊണ്ട് കൊച്ചാള് ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര പാടാണ് ഇറങ്ങി വരാൻ. ഇത് നമ്മുടെ മുറ്റത്തേക്കുന്ന എണ്ണപ്പനാണ്. കായ്ക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം പറിക്കാൻ പറ്റത്തൊന്നുമില്ല, ഒത്തിരി ഉയരം ഉണ്ടായുണ്ട്. ഇവിടെ എല്ലാം റബ്ബറും വരുന്നത് മൊത്തവും മുറിച്ച്. ഇത് കൊക്കോ കൊക്കോക്ക ഉണ്ട്. ഭയങ്കര ഈ കാട്ടുപന്നിയുണ്ട്, ഭയങ്കര ശല്യം. റബ്ബറെല്ലാം മുറിച്ചതിന് ശേഷം കാടായിരുന്നു. പണ്ട് റബ്ബറായതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കുമായിരുന്നു. കാടായതുകൊണ്ട് ഭയങ്കര കാട്ടുപന്നിയാണ്. കുറേ വിറക് പറക്കിയിട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. അതിന് ശേഷമാണ് നമ്മുടെ വണ്ടി വരുന്ന ഭാഗം അവിടെയാണ് കൊണ്ട് ഇറക്കിയിട്ടത്. ഇവിടെ എല്ലാം റബ്ബറായിരുന്നു, അതെല്ലാം മുറിച്ച്. അപ്പോൾ ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാടിയെന്ന് മോളോട് പറയുന്നുണ്ട്, പക്ഷെ അവൾ വീഡിയോ എടുത്ത്. ഇത് നമ്മുടെ ഈ മുളക് ചെടി ചുമന്ന കാ പിടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വേറൊരിനം നീല. ഇതാണ് നമ്മുടെ നടവഴി, വീട്ടിലേക്ക് പോകുന്ന നടവഴി. കാടായി. പിന്നെ എങ്ങനെ ഈ കാട്ടുപന്നിയൊക്കെ കയറി ഇരിക്കാതിരിക്കുന്നത്? നല്ല സൗകര്യമില്ലേ. മൂത്താൾ കൊക്കോപ്പഴം മുറിച്ചിട്ട് കഴിക്കുകയാണ്. ഇത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ ഭാഗം മൊത്തം നമ്മുടെ അയ്യം മൊത്തം കാടായിരുന്നു. അമ്മ പിന്നെ ഈ പോച്ച ചെത്തുന്ന ആൾക്കാരില്ലേ, അവരെയൊക്കെ വിളിച്ച് അത് മൊത്തവും അടിച്ച് കളഞ്ഞ്. ഇതൊക്കെ അങ്ങ് അറ്റത്താ കാണുന്നതാണ് അമ്മയുടെ വീട്. അതുകൊണ്ട് താമസമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ അമ്മയൊക്കെ താമസിക്കുന്നു വേറൊരു സ്ഥലത്ത്. വിറക് കളക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സമയം. അങ്ങനെ വണ്ടി വന്നു. കൊച്ചാളും മുഖത്ത് ഈ വണ്ടിയുടെ ലൈറ്റ് അടിക്കുന്നതിന് കുറിച്ചിരിക്കുക ഇഷ്ടമല്ല അവർക്ക്. വണ്ടി വന്ന്, അപ്പോൾ അതിലേക്ക് കയറി. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.